ജൈവ പച്ചക്കറി കൃഷിക്ക് മാതൃക തീർത്ത തളിപ്പറമ്പ് ബക്കളത്തെ വയലിൽ പച്ചക്കറി വിളവെടുത്തു. പച്ചക്കറി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ 18 ഏക്കറിലാണ് വിവിധ ഇനം പച്ചക്കറികൾ വിളവെടുത്തത്. ബക്കളം വയൽ പച്ചക്കറി എ ഗ്രേഡ് കർഷകർ ബക്കളത്ത് ഹൈവേയോട് ചേർന്നാണ് വിവിധതരം പച്ചക്കറിയുടെ കലവറയൊരുക്കിയത്. 2013 മുതൽ ഇവർ ഇവിടെ കൃഷി ചെയ്തു പോരുന്നു. അന്നത്തെ MLA ജെയിംസ് മാത്യു തന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച 2 ബോർവെല്ലും 13ഓളം ടാനുകളും നിർമ്മിച്ച് ബക്കളം വയലിൽ മികച്ച രീതിയിൽ കൃഷി ആരംഭിക്കാൻ അവസരം ഒരുക്കി. രാസവളം ഉപയോഗിക്കാതെയുള്ള വിഷരഹിത പച്ചക്കറികൾ നിർമ്മിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ബക്കളം വയലിൽ ജൈവ പച്ചക്കറികൾ വാങ്ങുന്നതിനായി എത്തുന്നത്. ചീര, വെണ്ട, മത്തൻ, കുമ്പളം, വഴുതന, പയർ, തക്കാളി, വെള്ളരി, പാവയ്ക്ക തുടങ്ങിയവയും ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ ഉൾപ്പെടെ എല്ലാ പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്യുന്നു. 2013 കൃഷി ആരംഭിച്ചതാണ്. അന്നത്തെ MLA ജെയിംസ് മാത്യു അദ്ദേഹത്തിൻ്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് 2 ബോർവെല്ലും അതുപോലെ തന്നെ 13ഓളം ടാങ്കുകളും നിർമ്മിച്ച് ബക്കളം വയലിൽ നല്ല നിലയിൽ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. നേരത്തെ ഈ വയലിൽ പച്ചക്കറി കൃഷി ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഒരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരുന്നില്ല. അത് ഈ MLAൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഒരു 18ഓളം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി 38ഓളം ആളുകൾ കൂട്ടായി കൃഷി ചെയ്തതിൻ്റെ ഭാഗമായി ഹൈവേയോട് ചേർന്ന് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തിരുന്നു. നല്ല നിലയിലുള്ള ഉൽപ്പാദനവും അതുപോലെ തന്നെ നല്ല നിലയിലുള്ള വിപണനവും നടത്താൻ സാധിച്ചിട്ടുണ്ട്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷരഹിത പച്ചക്കറി, കാരണം കീടനാശിനികളൊന്നും തന്നെ നമ്മൾ പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അറിഞ്ഞ് നമ്മുടെ ബക്കളത്തേക്ക് പച്ചക്കറി വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. വരുന്ന ആളുകൾക്ക് തന്നെ വളരെ സംതൃപ്തിയോടു കൂടിയാണ് പച്ചക്കറിയൊക്കെ വാങ്ങിപ്പോകുന്നത്. കാരണം വിഷരഹിത പച്ചക്കറി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഇന്നത്തെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി പല അസുഖങ്ങളും വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഭക്ഷണത്തിൽ കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബക്കളത്തെ പച്ചക്കറി അന്വേഷിച്ച് ആളുകൾ വരുന്നത്. നമ്മൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വിത്ത്, അതുപോലെ തന്നെ പച്ചക്കറിക്ക് ആവശ്യമായ വെള്ളം, അതുപോലെ തന്നെ വളങ്ങൾ എല്ലാം തന്നെ നമ്മൾ കൂട്ടായി വാങ്ങിച്ച് വിതരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് അതിന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ല. കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ പൊതുപ്രസ്ഥാനങ്ങളുടെ പിന്തുണയും ഉണ്ടാകുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ചീര മുതൽ തണ്ണിമത്തൻ വരെ, ചീര, വെണ്ട, വഴുതനി, പയറ്, അതുപോലെ തന്നെ തക്കാളി, വെള്ളേരി, മത്തൻ, അതുപോലെ തണ്ണിമത്തൻ, അതോടൊപ്പം തന്നെ കുമ്പളം, അങ്ങനെ എല്ലാ പച്ചക്കറിയും ശീതകാല പച്ചക്കറിയായ കേവേജ്, കോളിഫ്ലവർ ഉൾപ്പെടെ കൃഷി ചെയ്ത് വരുന്നുണ്ട്. അതിനൊക്കെ തന്നെ വിപണി എന്നെ സംബന്ധിച്ച് നമുക്കൊരു പ്രയാസമില്ല. കാരണം നല്ല നിലയിൽ നമുക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നുണ്ട്, നല്ല ഉൽപ്പാദനം നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായത് ഇന്ന് പന്നിശല്യം രൂക്ഷമാണ്. ബക്കളം വയലിൽ നമ്മളിപ്പോൾ തണ്ണിമത്തനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം തണ്ണിമത്തൻ മൂപ്പെത്തുമ്പോഴേക്ക് പന്നികൾ നോക്കി വന്ന് ഈ മൂത്ത വത്തക്കയൊക്കെ തന്നെ തുന്നു നശിപ്പിക്കുന്ന ഒരു നിലയുണ്ട്. നമ്മളെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് തന്നെ കാണാൻ കഴിയും. പച്ചക്കറി കൃഷിയെക്കാളും മികച്ച വരുമാനവും ആവശ്യക്കാർ ഏറെയുള്ളതുമായ ഇനമാണ് തണ്ണിമത്തൻ. ബക്കളം വയലിലെ 5 ഏക്കറിൽ രാംദാരി ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് തണ്ണിമത്തനാണ് കൃഷി ചെയ്യുന്നത്. ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ 1.5 ക്വിന്റലോളം തണ്ണിമത്തൻ വിളവെടുക്കാറുണ്ട്. ബക്കളം വയലിലെ പച്ചക്കറിയും തണ്ണിമത്തനും നഗരസഭാ പരിധിയിലെ ഗ്രാമീണ വിപണന കേന്ദ്രം വഴി വിൽപ്പന നടത്തും.